ദൈവനാമത്തിന് മഹത്വം. നാം വളരെ സന്തോഷത്തോടെയാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. കാരണം ആ ഒരു വാക്ക് പല ആവർത്തി നമ്മുടെ ആരാധനയിൽ നമുക്ക് കേൾക്കുവാനും സന്തോഷത്തോടെ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവ് ഇടയാക്കിയ കൃപകൾക്കായിട്ട് നന്ദി കരയറ്റാം. പിന്നെയും താങ്ക് യു ബ്രദർ ഫോർ ദോസ് വേർഡ്സ്, ദോസ് തോട്ട്സ്. ധൈര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അത് പ്രത്യേകിച്ചും നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്പെട്ടു എന്ന് അറിയത്തില്ല. എന്നാൽ എനിക്ക് പ്രത്യേകിച്ച് ഉപകാരപ്പെട്ടു. കാരണം ഇപ്പോൾ ഇന്ന് പറയുവാൻ പോകുന്ന വിഷയത്തിന് അത്യാവശ്യം ധൈര്യം വേണം. അത് മുമ്പോട്ട് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാകും. കാരണം സാധാരണ ഗതിയിൽ നമുക്കത് അത്തരത്തിലുള്ള വിഷയം പറയുവാൻ അല്പം മടി ഉണ്ടാവും. എന്നാൽ ധൈര്യത്തോടെ ദൈവവചനം കേട്ടതുകൊണ്ട് മുമ്പോട്ട് നീങ്ങുവാൻ ദൈവത്തിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നു. ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ആദ്യം നിങ്ങളോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ വേദപുസ്തകത്തിൽ ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്, വിച്ച് ഈസ് ദി ഫസ്റ്റ് റെക്കോർഡഡ് സിൻ, ദൈവ പുസ്തകത്തിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ പാപം എന്ത് എന്ന് ചോദിക്കുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ഉത്തരം? പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് എന്തായിരിക്കും? വിച്ച് ഇസ് ദ ഫസ്റ്റ് റെക്കോർഡഡ് സിൻ ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്? ഏതാ? അവിശ്വാസം, അനുസരണക്കേട്, മറ്റെന്തെങ്കിലും? ഇല്ല. Okay. Very good. Thank you, uncle. So that is one thing. What is the last recorded sin? അതും നാം ചിന്തിച്ചിട്ടില്ല. ആദ്യത്തെ നമുക്ക് നന്ന പരിചയമുണ്ട്. രണ്ട് വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം. ജെനസിസ് ചാപ്റ്റർ 3 and verse 4. ഞാൻ ഒന്ന് ഇംഗ്ലീഷിൽ വായിക്കാം, ആരെങ്കിലും മലയാളത്തിൽ വായിച്ച് ഒന്ന് സഹായിച്ചാലും. ജെനസിസ് ചാപ്റ്റർ 3 and verse 4. The serpent said to the woman, "You surely will not die." നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. ഇതാണ് വേദപുസ്തകത്തിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന. ഇത് സത്യമാണോ അതോ കളവാണോ? കള്ളമല്ലേ പറഞ്ഞത്. കർത്താവ് പറഞ്ഞത് സ്ത്രീ അല്ലെങ്കിൽ ഹവ്വ അതിന് തൊട്ടു മുമ്പുള്ള വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. 3-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞ വാക്കുകളാണ് ഹവ്വ പറയുന്നത്. യു ഷാൽ നോട്ട് ഈറ്റ് ഫ്രം ഇറ്റ് ഓർ ടച്ച് ഇറ്റ് ഓർ യു വിൽ ഡൈ. അപ്പോൾ അതിൽ നിന്ന് കഴിച്ചാൽ, അതിനെ തൊട്ടാൽ, സ്പർശിച്ചാൽ തന്നെ മരിക്കുമെന്ന് കർത്താവ് പറഞ്ഞ വിഷയം പറഞ്ഞിട്ട് അടുത്ത വാക്കിൽ നമുക്കറിയാം, പാമ്പെന്ന് പറഞ്ഞാൽ പിശാച് അല്ലെങ്കിൽ സാത്താന് പറയുകയാണ്, യു ഷ്യൂർലി വിൽ നോട്ട് ഡൈ. സോ ദ ഫസ്റ്റ് റെക്കോർഡഡ് സിൻ ഇസ് എ ലൈ. കളവ്, കള്ളം പറയുക, ഭോഷ്ക് പറയുക, നുണ പറയുക. ആ പല വാക്കുകളിൽ നമുക്കതിനെ കാണുവാൻ സാധിക്കും. എന്നാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി കള്ളം എന്നുള്ള ഒരു പദമായിരിക്കും കൂടുതലും ഞാൻ ഉപയോഗിക്കുവാൻ പോകുന്നത്. ലാസ്റ്റ് റെക്കോർഡഡ് കാര്യം എന്താണെന്നൂടെ നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം നമുക്ക് ഒന്ന് വായിക്കാം മലയാളത്തിൽ. റെവലേഷൻ ചാപ്റ്റർ 22 and verse 15. അതുകൂടെ ഒന്ന് വായിക്കാം. Outside are the dogs and the sorcerers and the immoral persons and the murderers and the idolaters and everyone who loves and practices lying. ഭോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്ത് തന്നെ. അപ്പോൾ അവിടെ ലൈങ് അല്ലെങ്കിൽ ഭോഷ്ക് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലാസ്റ്റ് ചാപ്റ്റർ ഓഫ് ദി വേർഡ് ഓഫ് ഗോഡ്, റെവലേഷൻ. ഈ രണ്ട് വാക്യങ്ങൾ മാത്രം ഞാൻ വായിച്ചതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാണ്. ലൈ ഈസ് ദി ഫസ്റ്റ് റെക്കോർഡഡ് സിൻ ഇൻ ദ ബൈബിൾ ആൻഡ് ലൈ ഈസ് ഓൾസോ ദി ലാസ്റ്റ് റെക്കോർഡഡ് സിൻ ഇൻ ദ ബൈബിൾ. വേദപുസ്തകത്തിൽ ആദ്യമായിട്ട് പരാമർശിച്ചിരിക്കുന്ന, രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പാപം കള്ളം പറയുന്നതാണ് അല്ലെങ്കിൽ കളവാണ്, ഭോഷ്കാണ്. അവസാനമായിട്ട് പറഞ്ഞിരിക്കുന്നതും അതാണ്. അപ്പോ അതിന് പ്രാധാന്യമില്ലേ? ഈസ് ഇറ്റ് നോട്ട് ഇമ്പോർട്ടന്റ്? ദിസ് സിൻ ഈസ് സംതിങ് വിച്ച് വി ഓവർലുക്ക്. നാം പലപ്പോഴും ടേക്കൺ ഫോർ ഗ്രാന്റഡ് ആയിട്ട് ചിന്തിക്കാതെ വിട്ടുകളയുന്ന, ശ്രദ്ധിക്കാതെ വിടുന്ന ഒരു പാപമാണ് ഈ കള്ളം പറയുക അല്ലെങ്കിൽ കള്ളത്തരം എന്ന് പറയുന്നത്, ഭോഷ്ക് എന്ന് പറയുന്നത്, നുണ പറയുക എന്ന് പറയുന്നത്. ഏത് വാക്ക് നാം ഉപയോഗിച്ചാലും. എന്നാൽ ദൈവവചനത്തിൽ ദൈവാത്മാവെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വിഷയമാണ്
ഈ ഭോഷ്ക് പറയുക എന്നുള്ളത്. അത് ഉൽപ്പത്തി പുസ്തകത്തിലുമുണ്ട്, വെളിപ്പാട് പുസ്തകത്തിലുമുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് വളരെ പ്രാധാന്യമുണ്ട്. ലൈയിങ് ആസ് പെർ ദ ബൈബിൾ ഈസ് ദ മോസ്റ്റ് ഇഫക്റ്റീവ്, എഫിഷ്യന്റ് ആൻഡ് കമ്മ്യൂണിക്കേബിൾ സിൻ. ഈ ഭോഷ്ക് പറയുക, കള്ളം പറയുക എന്ന് പറയുന്നത്, കള്ളത്തരം എന്ന് പറയുന്നത്, അത് പറച്ചിൽ മാത്രമല്ല, പ്രവർത്തന മേഖലയിൽ ഏത് രീതിയിൽ നാം അതിനെ എടുത്താലും അത് ഏറ്റവും കൂടുതൽ ഫലപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. പിശാച് നമുക്കെതിരെ ഉപയോഗിക്കുന്ന, സ്പ്രെഡ് ആവുന്ന, കമ്മ്യൂണിക്കേബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നാം പരസ്പരം അത് പെട്ടെന്ന് ആർജിച്ചെടുത്ത് പരസ്പരം ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അതിനുള്ള സാധ്യതയുള്ള ഒരു പാപമാണ് ഈ കളവ് അല്ലെങ്കിൽ കള്ളം പറയുക എന്നുള്ളത്, അല്ലെങ്കിൽ ലായ് എന്നുള്ളത്. മാത്രമല്ല, ആ ഒരു ആദ്യത്തെ ഭാഗം നാം ശ്രദ്ധിച്ചാൽ നമുക്കറിയാം. ആ 3-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ദ ഫസ്റ്റ് റെഫറൻസ്, അവിടെ ആരാണ് ഈ കള്ളം പറയുന്നത്? ഹൂ ഈസ് ലൈയിങ് ദേർ? സർപ്പമാണ്, പാമ്പാണ്, പിശാചാണ്, സാത്താനാണ് അവിടെ പറയുന്നത്. സാത്താൻ ആരാണ്? Satan is someone who has been expelled from heaven. സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു സാത്താനാണ്, ഒരു ശക്തി, ഒരു വ്യക്തിയാണ് ആ കാര്യം പറയുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ നാം വരുമ്പോൾ 22-ാം അധ്യായം 15-ാം വാക്യത്തിൽ നാം ഇൻ ദ സെക്കൻഡ് റെഫറൻസ് അവിടെ നാം മനസ്സിലാക്കുന്നത് എന്താണ്? എവ്രിവൺ, ആരായാലും, എവ്രിവൺ ഹു ലൈസ് വിൽ ബി എക്സ്പെൽഡ് ഫ്രം ഹെവൻ. ആരൊക്കെ കളവ് പറയുന്നുവോ, കള്ളത്തരം കാണിക്കുന്നുവോ, പ്രവർത്തിക്കുന്നുവോ, അവരൊക്കെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടും. നാം ഈ വാക്കുകൾ, പ്രത്യേകിച്ച് ഞാൻ ഈ വചനങ്ങൾ വായിക്കും, വളരെ ഭയപ്പെട്ടു. കാരണം സ്വർഗത്തിൽ എത്തുക എന്നുള്ളതാണ് മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹം. സ്വർഗത്തിൽ നിലനിൽക്കുക, മനുഷ്യനെ സ്വർഗത്തിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ് ദൈവത്തെ സംബന്ധിച്ചും കർത്താവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെ ഇരിക്കുന്ന ഒരു ഏറ്റവും വലിയ ആവശ്യത്തിന് തടസ്സമായി ഇരിക്കുന്ന ഒരു കാര്യമാണ് എന്ത്? ടു ലൈ. ഭോഷ്ക് പറയുക, കള്ളം പ്രവർത്തിക്കുക, നുണ പറയുക അല്ലെങ്കിൽ പ്രവർത്തിക്കുക എന്നുള്ളത് അത്രമാത്രം പ്രാധാന്യമേറുന്ന ഒരു വിഷയമാണ് ഈ കള്ളത്തരം അല്ലെങ്കിൽ ലൈയിങ് എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, കുറച്ച് ധൈര്യം വേണം ഈ കാര്യങ്ങളൊക്കെയും പ്രസംഗിക്കുവാൻ. കാരണം ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ്, അല്ലെങ്കിൽ എൻ്റെ മുമ്പുള്ള ജീവിതം, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ചോദ്യങ്ങൾ ഉണ്ടാകും എന്നോട് വ്യക്തിപരമായിട്ടും. അല്ലെങ്കിൽ നാം ഒക്കെയും ഇതിനെ പ്രാവർത്തികമാക്കുവാൻ തുടങ്ങുമ്പോൾ വളരെ ധൈര്യത്തോടെ മാത്രമേ ഈ കാര്യങ്ങൾ നമുക്ക് പറയുവാൻ സാധിക്കുകയുള്ളൂ. വാട്ട് ഈസ് എ ലൈ? ഈ കള്ളം എന്ന് പറയുന്നത്, ഭോഷ്ക് എന്ന് പറയുന്നത്, നുണ എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് എ ലൈ? ഞാൻ വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇത് ചെയ്യാവുന്നതാണ്. അവിടുത്തെ ഒരു ഡെഫിനിഷൻ ഇങ്ങനെയാണ്: എ ലൈ ഈസ് an assertion that is believed to be false, typically used with the purpose of deceiving or misleading someone. അപ്പോൾ അത് വളരെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എന്നാൽ പെട്ടെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി അതിനെ നമുക്ക് തർജിമ ചെയ്തെടുക്കുവാൻ സാധിക്കും. ആരെയെങ്കിലും വഞ്ചിക്കാനോ തെറ്റിദ്ധരിപ്പിക്കുവാനോ ഉള്ള ഉദ്ദേശ്യത്തോടെ ഉപയോഗിക്കുന്ന, അവരെ വിശ്വസപ്പെടുത്തുവാൻ അല്ലെങ്കിൽ ആ രീതിയിൽ ആ കാര്യം നേടുവാൻ വേണ്ടി, അവരെ ചതിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഈ കള്ളം എന്ന് പറയുന്നത്. അപ്പോ അതിലൂടെ ചതിയാണ് സംഭവിക്കുന്നത്, ഡിസെപ്ഷൻ ആണ് സംഭവിക്കുന്നത്. മനസ്സിലാക്കുവാൻ വേണ്ടി, മനസ്സിൽ വെക്കുവാൻ വേണ്ടി മാത്രമേ അത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഇതൊക്കെ ഒരു ആരാധന കഴിഞ്ഞ് ദൈവവിശ്വാസികളോട് ദീർഘവർഷങ്ങളായിട്ട് ദൈവവചനം പഠിക്കുകയും ധ്യാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടത്തോട് എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഒക്കെ പറയുന്നത്? Why is this being even communicated to God's people who have been worshipping and following God over the years? എന്തുകൊണ്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതിന് പ്രാധാന്യമുണ്ട്. നാം പലപ്പോഴും ചിന്തിക്കും, വ്യക്തിപരമായിട്ട് എനിക്ക് ചിന്തിക്കുവാൻ സാധിക്കും, ഞാൻ കള്ളം പറയാറില്ലല്ലോ, നാം ആരും അങ്ങനെ ആരോടും നുണ പറയാറില്ലല്ലോ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം പ്രവർത്തിക്കുന്നവരല്ലല്ലോ എന്ന് ചിന്തിക്കുവാൻ സാധിക്കും.
അത് ഞാൻ നിങ്ങൾക്ക് തന്നെ വിടുകയാണ്. മനസ്സിൽ നമുക്ക് ചിന്തിക്കാം നമ്മുടെ അവസ്ഥ എന്തൊക്കെയാണെന്നുള്ളത്. എന്നാൽ ഞാൻ മുമ്പോട്ട് പറയുവാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഈ വചനത്തിൽ തന്നെ അനേകം ഉദാഹരണങ്ങൾ, അനേകം ക്യാരക്ടേഴ്സ് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ കള്ളം അല്ലെങ്കിൽ നുണ പറഞ്ഞ് അല്ലെങ്കിൽ ഭോഷ്ക് പറഞ്ഞ് മുമ്പോട്ട് പോയ അനേകം ഉദാഹരണങ്ങൾ നമുക്ക് വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കാണുവാൻ സാധിക്കും. എന്നാൽ അതിൽ ഒരു ഉദാഹരണം മാത്രം എടുത്ത് അതിൽ നിന്ന് ആഴത്തിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. അത് നേരിട്ട് കള്ളം പറയുന്നത് മാത്രമല്ല, കള്ളത്തിന്റെ അല്ലെങ്കിൽ കള്ളത്തരത്തിന്റെ ആ ഒരു മനോഭാവം, ദ ഇന്റന്റ്, നമ്മുടെ ഉദ്ദേശം ഡിസെപ്ഷൻ ആണെങ്കിൽ, എൻ്റെ ഉദ്ദേശം മറ്റുള്ളവരെ ചതിക്കുന്നതാണെങ്കിൽ ആ ഉദ്ദേശങ്ങളെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കുവാനാണ് നാം അല്പമായിട്ട് ശ്രമിക്കുവാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് പുതിയ നിയമത്തിലേക്ക് വരാം. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് അല്പമായിട്ട് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 5 വേഴ്സസ് 1 down to 11. ആർക്കെങ്കിലും ഒന്ന് മലയാളത്തിൽ ഉച്ചത്തിൽ ഒന്ന് വായിച്ച് സഹായിച്ചാൽ നല്ലതായിരിക്കും. 5-ാം അധ്യായം 1 മുതൽ 11 വരെ വാക്യങ്ങൾ. അപ്പോൾ പത്രോസ് അനന്യാസെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുവാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെക്കുവാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? അത് വിൽക്കും മുമ്പേ നിന്റേതായിരുന്നില്ലയോ? വിറ്റ ശേഷവും നിന്റെ കൈവശം അല്ലായിരുന്നുവോ? ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചത് എന്ത്? മനുഷ്യരോടല്ല ദൈവത്തോട് നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് അനന്യാസ് വീണ് പ്രാണനെ വിട്ടു. ഇത് കേട്ടവർക്ക് എല്ലാവർക്കും മഹാഭയം ഉണ്ടായി. ബാല്യക്കാർ എഴുന്നേറ്റ് അവനെ ശീലയിൽ പൊതിഞ്ഞു പുറത്തു കൊണ്ടുപോയി കുഴിച്ചിട്ടു. ഏകദേശം 3 മണി നേരം കഴിഞ്ഞപ്പോൾ അവന്റെ ഭാര്യ ഈ സംഭവിച്ചത് ഒന്നും അറിയാതെ അകത്തു വന്നു. പത്രോസ് അവളോട്, ഇത്രയ്ക്കോ നിങ്ങൾ നിലം വിറ്റത് പറക എന്ന് പറഞ്ഞു. അതെ, ഇത്രയ്ക്ക് തന്നെ എന്ന് അവൾ പറഞ്ഞു. പത്രോസ് അവളോട്, കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിക്കുവാൻ നിങ്ങൾ തമ്മിൽ ഒത്തത് എന്ത്? ഇതാ നിന്റെ ഭർത്താവിന്റെ കുഴിച്ചിട്ടവരുടെ കാൽ വാതിക്കലുണ്ട്, അവർ നിന്നെയും പുറത്തു കൊണ്ടുപോകും എന്ന് പറഞ്ഞു. ഉടനെ അവൾ അവന്റെ കാലത്തിൽ വീണ പ്രാണനെ വിട്ടു. ദൈവനാമത്തിന് മഹത്വം. നമുക്ക് വളരെ പരിചയമുള്ള വേദഭാഗമാണെങ്കിലും അത് മുഴുവനായിട്ട് ഒന്ന് ഇപ്പോൾ വായിച്ച് കേൾപ്പിക്കണം എന്ന് മനസ്സിൽ തോന്നി, അതുകൊണ്ടാണ് അത് വായിച്ചത്. എന്നാൽ നാം ചിന്തിക്കുവാൻ പോകുന്നത് അതിൻ്റെ ആദ്യത്തെ 1, 2, 3, 4 വാക്യങ്ങളിൽ നിന്ന് മാത്രമാണ്. താഴോട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. ആദ്യത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ബട്ട് എ മാൻ നെയിംഡ് അനന്യാസ് ആൻഡ് ഹിസ് വൈഫ് സഫീര സോൾഡ് എ പീസ് ഓഫ് പ്രോപ്പർട്ടി. അപ്പൊ അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് there are 2 individuals, 2 വ്യക്തിത്വങ്ങൾ അവിടെ ഉണ്ട്. അനന്യാസ് ഉണ്ട്, സഫീര ഉണ്ട്. അതേസമയം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അവര് ഭാര്യ ഭർത്താവാണ്, അല്ലെങ്കിൽ അവര് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്, അവരൊരു കുടുംബമാണ്. സോ ഇന്ന് ഈ വചനങ്ങൾ നാം വായിക്കുമ്പോൾ, ഈ ആശയങ്ങൾ നാം കേൾക്കുമ്പോൾ, ദൈവവചനം കേൾക്കുമ്പോൾ, ഇറ്റ് ഈസ് ഓൾസോ സ്പീക്കിംഗ് ടു മീ ആസ് എൻ ഇൻഡിവിജ്വൽ. നമ്മോട് വ്യക്തിപരമായിട്ടും അത് സംസാരിക്കുന്നു, അതേസമയം കുടുംബമായിട്ടും നമ്മോട് സംസാരിക്കുന്ന വിഷയമാണ്. 2 individuals and 1 family. അത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? They sold a piece of property they had. They had a possession. അവർക്ക് ഒരു നിലം സ്വന്തമായിട്ട് ഉണ്ടായിരുന്നു. അവർക്ക് they had something as their possession. ഈ വിഷയത്തിൽ, ഈ ഒരു ഭാഗത്ത് അവർക്കൊരു നിലം, ഒരു സ്ഥലം, ഒരു ലാൻഡ്, പീസ് ഓഫ് ലാൻഡ് അവർക്ക് സ്വന്തമായിട്ട് ഉണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ ആത്മീകമായിട്ടുള്ള ഒരു ആഴത്തിൽ ചിന്തിക്കുവാൻ വേണ്ടി, നമ്മോടുള്ള ബന്ധത്തിൽ അതിനെ റിലേറ്റ് ചെയ്യാൻ വേണ്ടി ആ ഒരു നിലം മാത്രമല്ല, അതിൽ മാത്രം ഒതുങ്ങുവാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. മറിച്ച് they had possession. അതാണ് ഇംഗ്ലീഷിൽ അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അവർക്ക് സ്വന്തമായിട്ട് ഒന്നുണ്ടായിരുന്നു. അവരുടെ കൈവശമായിരുന്ന ആ ഒരു സമ്പാദ്യം അവർക്കുണ്ടായിരുന്നു. അത് ഇവിടെ ഒരു നിലമാണ്. എന്നാൽ നമ്മോടുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, നമ്മുടെ ലോകപരമായിട്ടുള്ള സമ്പാദ്യം മാത്രമല്ല, ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നത് എല്ലാം, സകലതും നമുക്ക് ദൈവം നൽകി തന്നിരിക്കുന്ന പൊസഷൻസ് ആണ്. അതെന്തൊക്കെയാണ് നമുക്ക് വർണ്ണിക്കേണ്ട ആവശ്യമില്ല. വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മുടെ ടാലന്റുകളായിക്കോട്ടെ,
നമ്മുടെ ആരോഗ്യമായിക്കോട്ടെ, നമ്മുടെ സമ്പാദ്യമായിക്കോട്ടെ, നമ്മുടെ മറ്റേതെങ്കിലും രീതിയിലുള്ള നമ്മുടെ കുടുംബമായിക്കോട്ടെ, ഏത് വിഷയം തന്നെ ആയിക്കോട്ടെ, അത് നിങ്ങൾ പൂരിപ്പിച്ച് മുമ്പോട്ട് എടുത്തുകൊള്ളുക. അത് എൻ്റെ പൊസഷൻ ആണ്. ദാറ്റ് ഈസ് സംതിങ് വിച്ച് ഐ ഹാവ് വിത്ത് മീ റൈറ്റ് നൗ. ഇന്ന് ഇപ്പോൾ എൻ്റെ കൈവശമുള്ള ഒരു കാര്യമാണ് ഈ പൊസഷൻ എന്ന് പറയുന്നത്. അത് പ്രാരംഭമായിട്ട് ഈ 1-ാം വാക്യം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒന്ന് വെക്കുക. അത് വെച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. 2-ാം വാക്യം ഒന്ന് വായിക്കാം. 2-ാം വാക്യം. ഭാര്യയുടെ അറിവോടെ കുറെ എടുത്തു വെച്ച് ഒരു അംശം കൊണ്ടുവന്ന് അപ്പസ്തലന്മാരുടെ കാലത്തിൽ വെച്ചു. ദൈവനാമത്തിന്റെ മഹത്വം. They kept back part of the price. അപ്പോൾ നമുക്ക് ഈ വിഷയമൊക്കെയും അറിയാം. അതിൽ നിന്ന് ഒരു അംശം എടുത്ത് അവര് കൊണ്ടുവന്നു, ബാക്കി അവര് മാറ്റിവെച്ചു. അവിടെ മലയാളത്തിൽ ഉപയോഗിച്ച പദമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അവിടെ പറയുന്നത് ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറെ എടുത്ത് അവര് they took apart or set apart a most part of it. അത് ഇംഗ്ലീഷിൽ നാം വായിക്കുമ്പോൾ they kept back part of the price എന്ന് മാത്രമേ ഉള്ളൂ. what kind of part എന്നില്ല. എന്നാൽ മലയാളത്തിൽ വായിക്കുമ്പോൾ കുറെ എടുത്ത് മാറ്റി വെച്ചെന്നാണ് മനസ്സിലാക്കുന്നത്. അത് എന്ത് വേണേ ആയിക്കോട്ടെ. എന്നാൽ they kept aside something for themselves. അത് അവർ ചെയ്തു. what are the things we possess and we are keeping back from God? വ്യക്തിപരമായിട്ടും ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ നമ്മുടെ കുടുംബത്തോടുള്ള ബന്ധത്തിലും നാം ഓരോരുത്തരും ഇന്ന് ചിന്തിക്കേണ്ട വിഷയം ഇതാണ്. നാം ദൈവസന്നിധിയിൽ കൊണ്ടുവരേണ്ടത്, ദൈവത്തിന് കൊടുക്കേണ്ടതായിട്ടുള്ള ഏതൊക്കെ കാര്യങ്ങളാണ്, ഏതൊക്കെ വിഷയങ്ങളാണ് മാറ്റിവെക്കുന്നത്, അതിൽ എത്ര അളവാണ് നാം ദൈവത്തിന് കൊടുക്കുന്നത്, എത്ര അളവാണ് നാം മാറ്റിവെക്കുന്നത്. പലപ്പോഴും ഈ ഒരു വിഷയം നമ്മുടെ പണത്തോടുള്ള ബന്ധത്തിൽ മാത്രമാണ് നാം ചിന്തിക്കുന്നത്. എൻ്റെ 10 രൂപ ഉണ്ടെങ്കിൽ ഞാൻ 5 ആണോ കൊടുക്കുന്നത്, 8 ആണോ കൊടുക്കുന്നത്, 10 ആണോ കൊടുക്കുന്നത്. അത് മാത്രമല്ല, ദൈവം നൽകി തന്നിരിക്കുന്ന ഈ ജീവിതത്തിൽ ദൈവം നൽകി തന്നിരിക്കുന്ന സകല പൊസിഷൻസും, all of the possessions which God has given me in every aspect of my life, that belongs to God. അപ്പോൾ ഞാൻ ദൈവത്തിന് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ബോധ്യത്തോടെ സത്യസന്ധമായിട്ട് എത്ര ആണ് ഞാൻ കൊടുക്കുന്നത്, ആ വിഷയത്തിലേക്ക് നമുക്ക് കുറച്ചുകൂടെ ആഴത്തിലേക്ക് താഴോട്ടുള്ള വാക്യങ്ങളിലേക്ക് വരാം. എന്നാൽ ചിന്തിക്കേണ്ട വിഷയം ഇതാണ്. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും നമ്മുടെ കുടുംബ ജീവിതത്തിലും നമ്മുടെ സഭാതലങ്ങളിലും ദൈവത്തിന് നാം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ 100% താഴെ കർത്താവിന് അനുവദനീയമല്ല. God is not going to accept 99% of anything I have. എനിക്ക് ഉള്ളതിൻ്റെ 99% കർത്താവിന് ആവശ്യമില്ല. കർത്താവിന് കൊടുക്കണമെങ്കിൽ 100% കൊടുക്കണം, അല്ലെങ്കിൽ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അതിന്റെ അർത്ഥം എന്താണ്. നാം പലപ്പോഴും ചിന്തിക്കും അതെങ്ങനെയാണ് സാധിക്കുന്നത്. നാം പണത്തോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചാൽ 10 രൂപ ഉണ്ടാക്കി 10 അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ജീവിക്കും? ആ കാര്യങ്ങളിലേക്കൊക്കെ നാം താഴോട്ട് നമുക്ക് വരാം. എന്താണ് കർത്താവ് ആഗ്രഹിക്കുന്നത്? ആ കള്ളത്തരത്തിന്റെ ആ ഡെഫിനിഷൻ ഒന്ന് മനസ്സിൽ വെക്കുക. നമ്മുടെ ഉദ്ദേശം എന്താണ്? വാട്ട് ഈസ് മൈ ഇന്റൻഷൻ വെൻ ഐ ഡു സർട്ടൻ തിങ്സ്? 3-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 3-ാം വാക്യം. പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? അവിടെ നാം വായിക്കുന്നത്, അവിടെ വ്യാജം അല്ലെങ്കിൽ കളവ് കാണിച്ച ആരോടാണ്? പരിശുദ്ധാത്മാവിനോടാണ് വ്യാജം പ്രവർത്തിച്ചത്. Now these people, these അനനിയാസും സഫീരയും ഇൻഡിവിജ്വലിയും ആസ് എ ഫാമിലിയും വ്യാജം കാണിച്ചത്, കള്ളത്തരം കാണിച്ചത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോടാണ്. ലൈറ്റ് ടു ദി ഹോളി ഗോസ്റ്റ്. ഞാൻ ഇങ്ങനെ പറയട്ടെ, നാം നമ്മുടെ മനസ്സിൽ ഒന്ന് ഹൃദയത്തിൽ ചിന്തിക്കുക. എവ്രി ടൈം എ ബിലീവർ ലൈസ്, he or she lies to the Holy Spirit. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. എവ്രി ടൈം എ ബിലീവർ ലൈസ്, he or she lies to the Holy Spirit. ഓരോ തവണയും ഒരു ദൈവമകൻ ദൈവമകൾ കള്ളം പറയുമ്പോൾ, കള്ളത്തരം പ്രവർത്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോടാണ് അത് പ്രവർത്തിക്കുന്നത്.
നാം പലപ്പോഴും വിചാരിക്കും, ഞാൻ എൻ്റെ കൂട്ടു സഹോദരനോടാണ്, അല്ലെങ്കിൽ എൻ്റെ ജോലി മേഖലയിലാണ്, അല്ലെങ്കിൽ എൻ്റെ പഠനത്തിന്റെ സ്ഥലത്താണ് കളവ് പ്രവർത്തിച്ചത്, അല്ലെങ്കിൽ അവരോടാണ് വ്യാജം പ്രവർത്തിച്ചത് എന്ന് മാത്രം ചിലപ്പോൾ ഞാൻ ചിന്തിക്കാം. എന്നാൽ അങ്ങനെയല്ല. ദൈവത്തെ അറിയുന്നവരാണെങ്കിൽ അനന്യാസിനും സഫീരയ്ക്കും അത് അറിയാമായിരുന്നു. ദൈവവിശ്വാസികളാണ്, ദൈവം ആരാണെന്ന് അറിയാം, സത്യദൈവമാണെന്ന് അറിയാം. അങ്ങനെ ഉള്ള അറിവോടെ ചെയ്യുന്ന, ചിന്തിക്കുന്ന, പ്രവർത്തിക്കുന്ന എല്ലാ ഭോഷ്കും, നുണയും, കളവും, വ്യാജവും പരിശുദ്ധാത്മാവിനോടാണ് നാം പ്രവർത്തിക്കുന്നത്. ഇറ്റ് ഈസ് എ ഗ്രേവ് സിൻ. ഇറ്റ്സ് Satan's influence and filling rather than Holy Spirit's ഫീലിംഗ്. ആ നിമിഷങ്ങളിൽ, ആ അവസരങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ നിറവല്ല എനിക്കും നമുക്കേവർക്കും ഉള്ളത്, മറിച്ച് പിശാചിന്റെ, സാത്താന്റെ, ശത്രുവിന്റെ ആ ഒരു നിറവിലാണ് നാം സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. ഡു വി അണ്ടർസ്റ്റാൻഡ് ദി ഗ്രാവിറ്റി ഓഫ് ദിസ്? ഇതിന്റെ ഒരു ആഴം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ടോ? നാം ആരോടാണ് തെറ്റു ചെയ്യുന്നത്, ആരോടാണ് നാം കളവ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ചിന്തിക്കുവാൻ, അവലോകനം ചെയ്യുവാനുള്ള ഒരു വാക്യം തന്നെയാണ് ആ 3-ാം വാക്യം. നമുക്ക് മുമ്പോട്ട് പോകാം. അതിന്റെ 4-ാം വാക്യം ഒന്ന് വായിക്കാം. അത് വിൽക്കും മുമ്പേ നിന്റേതായിരുന്നില്ലയോ, വിറ്റ ശേഷവും നിന്റെ കൈവശമല്ലാഞ്ഞോ, ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചത് മനുഷ്യരോടല്ല ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. ദൈവനാമത്തിന് മഹത്വം. ഇന്നത്തെ സന്ദേശത്തിന്റെ ഏറ്റവും കാതലായിട്ടുള്ള ഒരു ഭാഗം ഈ വാക്യത്തിലാണ് ഉള്ളത്. ഈ വാക്യത്തിൽ നാം ചില ചോദ്യങ്ങൾ കാണുന്നു. നാം നോക്കിക്കഴിഞ്ഞാൽ 3 ചോദ്യങ്ങൾ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്താ വായിക്കുന്നത്? While it remained unsold, did it not remain your own? രണ്ടാമത്തെ ചോദ്യം എന്താണ്? ആൻഡ് ആഫ്റ്റർ ഇറ്റ് വാസ് സോൾഡ് വാസ് ഇറ്റ് നോട്ട് അണ്ടർ യുവർ കൺട്രോൾ? മൂന്നാമത്തെ ചോദ്യം, വൈ ഇസ് ഇറ്റ് ദാറ്റ് യു ഹാവ് കൺസീവ്ഡ് ദിസ് ഡീഡ് ഇൻ യുവർ ഹാർട്ട്? ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് വേദപുസ്തകത്തിൽ ഒരേ കാര്യം ഇത്രയും പ്രാവശ്യം പല വാക്കുകൾ ഉപയോഗിച്ച് ചോദിച്ചിരിക്കുന്നത്? ഒരേ വാക്യത്തിൽ ആവർത്തിച്ച് ചോദിക്കുകയാണ്. ഇതെന്താണ് സംഭവിക്കുന്നത്? നമ്മോടുള്ള ഒരു ചോദ്യം. ഞാൻ എൻ്റെ ജീവിതം ജീവിക്കുമ്പോൾ, ക്രിസ്തീയ ജീവിതം ജീവിക്കുമ്പോൾ ഞാൻ ചോദിക്കേണ്ട ഒരു വിഷയം, നാം ഓരോരുത്തരും വ്യക്തിപരമായിട്ടും കുടുംബമായിട്ടും സഭയായിട്ടും ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: വാട്ട് ആം ഐ ഡൂയിങ്? ഞാൻ എന്താണ് ചെയ്യുന്നത്? ഞാൻ എന്താണ് ചെയ്യുന്നത്? വാട്ട് ആം ഐ ഡൂയിങ്? ഞാൻ ദൈവനാമത്തിൽ പ്രവർത്തിക്കുക എന്ന് പറയുകയും, ഞാൻ ചില കാര്യങ്ങളൊക്കെ നന്മ ചെയ്യുന്നു എന്ന് പറയുകയും, ദൈവത്തിന് കൊടുക്കുന്നു എന്ന് പറയുകയും, ദൈവത്തിന് വേണ്ടി പ്രസംഗിക്കുന്നു എന്ന് പറയുകയും, ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറയുകയും ഒക്കെ ചെയ്തിട്ട് ശരിക്കും ഞാൻ എന്താണ് ചെയ്യുന്നത്? ഇവിടെ ഇവരോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഇതെല്ലാം നിങ്ങളുടേതായിരുന്നല്ലോ. You had all these possessions. അനന്യാസിനോടും സഫീരയോടും ചോദിക്കുന്നതാണ്. It was yours. It was your decision. Why did you do this? എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇങ്ങനായി പോയത്? ആരാണ് നിങ്ങളോട് ഇത് ആവശ്യപ്പെട്ടത്? വലിയ സത്യമാണ് ദൈവം ഇന്ന് നമ്മുടെ ഹൃദയങ്ങളോട് ചോദിക്കുന്നത്. Our intent when we do certain things, നാം ദൈവത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഉദ്ദേശം എന്താണെന്ന് ദൈവാത്മാവ് നമ്മോട് ചോദിക്കുകയാണ്, വ്യക്തമായിട്ട് ചോദിക്കുകയാണ്. അതില് നാം ആരാധനയ്ക്കായിട്ട് ഇന്ന് കടന്നു വന്നു. നാം ഇന്ന് ആരാധനയ്ക്കായിട്ട് കടന്നു വരുന്നത് എന്റെ ഉദ്ദേശം എന്താണ്? വാട്ട് ഈസ് മൈ ഇന്റന്റ്? ഇന്ന് ആരാധനാ ദിവസം ആയതുകൊണ്ട് ഞാൻ ആ കാര്യം പറഞ്ഞു പോന്നു എന്ന് മാത്രമേ ഉള്ളൂ. മറ്റ് പല വിഷയങ്ങളുണ്ട്. വാട്ട് ഈസ് മൈ ഇന്റന്റ് വെൻ ഐ കം ടു വർഷിപ്പ് ദ ലോർഡ്? വാട്ട് ഈസ് മൈ ഇന്റന്റ്? ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത്? ഞാൻ ഒരു പാട്ട് പാടുമ്പോൾ എന്താണ് ആഗ്രഹിക്കുന്നത്? ഞാൻ ഒരു വചനം വായിക്കുമ്പോൾ എന്താണ് ആഗ്രഹിക്കുന്നത്? ഞാൻ പ്രസംഗിക്കുമ്പോൾ എന്താണ് ആഗ്രഹിക്കുന്നത്? ഞാൻ ഒരു സ്തോത്രം പറയുമ്പോൾ എന്താണ് ആഗ്രഹിക്കുന്നത്? ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് മൈ ഇന്റന്റ്? ദൈവാത്മാവ് നമ്മോട് ചോദിക്കുന്ന ചോദ്യമാണ്. ഇറ്റ് ഈസ് ഓൾ അവേഴ്സ്. ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നതാണ്. ദൈവത്തിന് കൊടുക്കുമ്പോൾ പൂർണ്ണമായിട്ട് കൊടുക്കണം. ദൈവത്തിന് നന്ദി കരയറ്റുമ്പോൾ 100% കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 99% അവൈലബിലിറ്റി ഈസ് നോട്ട് അക്സെപ്റ്റബിൾ. 99% കൊടുത്തത് കർത്താവിന് സ്വീകാര്യമല്ല.
സ്വീകരിക്കുവാൻ കർത്താവിന് സാധിക്കുകയില്ല. നമുക്കറിയാം കർത്താവ് നമ്മോട് അങ്ങനെയല്ല ചെയ്തത്. കർത്താവ് 100% തന്നു. കർത്താവ് 100% തന്നുകൊണ്ടിരിക്കുന്നു. കർത്താവ് 100% തന്നെ ഇനിയും നമുക്ക് തരും. അങ്ങനെയുള്ള ദൈവത്തിന് നാം പ്രവർത്തിക്കുമ്പോൾ തിരിച്ചു കൊടുക്കുന്നു എന്ന് ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ട് കൊടുക്കണം. A free flowing complete commitment towards God in my behavior is required. എൻ്റെ ആ സ്വഭാവത്തിൽ, എൻ്റെ ആ ഒരു പ്രകൃതിയിൽ ഞാൻ എന്നെ തന്നെ കണ്ടക്ട് ചെയ്യുമ്പോൾ സ്വമേധയായിട്ട് സമ്പൂർണമായിട്ട് കർത്താവിനെ സമർപ്പിച്ച് കൊടുക്കുന്ന ഒരു മനോഭാവമാണ് കർത്താവ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അനന്യാസിനും സഫീരയ്ക്കും സംഭവിച്ചത് അതാണ്. തെറ്റ് അവിടെയാണ്. അവർ കർത്താവിന് കൊടുത്തു. They actually sold their property. അവർക്കുണ്ടായിരുന്നത് അവർ വിറ്റുകളഞ്ഞു. ഇന്ന് നാം ഈ സന്നിധിയിൽ, ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മളിൽ പലരും ദൈവത്തിന് ഒട്ടും കൊടുക്കാത്തവർ പോലുമാണ്. ആ ഒരു അവസ്ഥയിൽ നോക്കുമ്പോൾ അനന്യാസൊക്കെ അവർക്ക് കൊടുക്കുവാനുള്ള ചില കാര്യങ്ങളൊക്കെ അവർ ഇനിഷ്യേറ്റ് ചെയ്തു. എന്നാൽ ദൈവവചനം ഈ 4-ാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ സത്യം ഇതാണ്: നാം ദൈവത്തിന് കൊടുക്കാതിരുന്നാലും ഇത്രയും പ്രശ്നമില്ല. നാം വ്യാജം കൊടുക്കരുത്. നാം ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാതിരുന്നാലും പ്രശ്നമില്ല. നാം വ്യാജം പ്രവർത്തിക്കരുത്. നാം ദൈവത്തെ സ്തുതിക്കാതിരുന്നാലും പ്രശ്നമില്ല. വ്യാജത്തിൽ സ്തുതിക്കരുത്. Even if we do not give to God, it is okay. Please don't bring in hypocrisy into the church. Please don't lie to the Holy Spirit. Even if I do not contribute anything, it is better for me to be avoiding lie as a sin, lying to the Holy Spirit. ആ കാര്യം പ്രത്യേകം ഈ 4-ാം വാക്യം നാം വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. എൻ്റെ സമയം അവസാനിക്കാറായി. താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കേണ്ട ആവശ്യമില്ല. ഈ കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോയപ്പോൾ താഴോട്ടുള്ള വാക്യങ്ങളിൽ അനന്യാസിനും സഫീരയ്ക്കും വ്യക്തിപരമായിട്ട് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയാം. രണ്ടുപേർക്കും ഒരേ കാര്യമാണ് സംഭവിച്ചത്. Two of them, they had the same consequence. രണ്ടുപേരും ഒരേ അവസ്ഥയിലാണ് അവസാനിച്ചത്. വളരെ കർക്കശമായിട്ട് കർത്താവിന്റെ ആത്മാവ് അവിടെ ആ ഒരു പണിഷ്മെന്റ് അവർക്ക് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, പലപ്പോഴും ഈ കൃപായുഗത്തിൽ ജീവിക്കുന്ന എനിക്കും നമുക്കേവർക്കും കർത്താവിൻ്റെ ഈ ശിക്ഷ അല്ലെങ്കിൽ ന്യായവിധിയൊക്കെ അനുഭവിക്കാത്തത് കൊണ്ടാണ് നാം പലതും മുമ്പോട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. നാം ഈ കള്ളത്തരമൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, ഈ നുണയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ വ്യാജങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, കർത്താവിന് 100% കൊടുക്കാതിരിക്കുന്നത്. അതിന്റെ ഒരു കാരണം ഇതായിരിക്കണം: കർത്താവ് കർക്കശമായിട്ട് കൃപ ഒന്ന് മാറ്റിവെച്ച് നമ്മളോട് പ്രവർത്തിച്ചാല് പലപ്പോഴും നമുക്കാർക്കും ദൈവസന്നിധിയിൽ നിൽക്കുവാൻ കഴിഞ്ഞു എന്ന് വരികയില്ല. കർത്താവിന്റെ ആത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കർത്താവിനോട് 100% സത്യസന്ധമായിട്ടുള്ള ഒരു മനസ്സാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ലൈ ഈസ് ദി ഓപ്പോസിറ്റ് ഓഫ് ട്രൂത്ത്. സത്യത്തിന്റെ നേരെ വിപരീതമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഭോഷ്ക് എന്ന് പറയുന്നത്, നുണ എന്ന് പറയുന്നത്, കള്ളം എന്ന് പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ, നമ്മുടെയൊക്കെയും ജീവിതത്തിൽ അതിനുള്ള സാധ്യതകൾ വളരെയാണ്. There are a lot of chances that we might fall into this sin. വചനത്തിന്റെ ആദ്യത്തെ പുസ്തകത്തിലും അവസാനത്തെ പുസ്തകത്തിലും അധ്യായങ്ങളിലും ഇതാണ് രേഖപ്പെടുത്തി തന്നിരിക്കുന്നത്. ദൈവാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇതാണ്: let us be very careful how we conduct our Christian life. നമ്മുടെ ക്രിസ്തീയ ജീവിതം നാം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ടത്, അവലോകനം ചെയ്യേണ്ടത് is very very important. വളരെ അത്യാവശ്യമാണ്. കർത്താവിന്റെ ആത്മാവ് നമ്മോട് പറയുന്നത് ഇതാണ്: ഞാൻ കൃപയോടെയാണ് നിങ്ങളെ സമീപിക്കുന്നത്. ഞാൻ പല ആവർത്തി നിങ്ങളെ ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പലതവണ നിങ്ങൾക്ക് മാപ്പ് തരുന്നുണ്ട്. എന്നാൽ അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് വ്യത്യാസമുണ്ടെന്നല്ല. അതിന്റെ അർത്ഥം നിങ്ങൾ വ്യാജം പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതല്ല. സത്യസന്ധതയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഈ ഭോഷ്ക് പറയുന്ന അധരങ്ങളെ കർത്താവ് വളരെ വെറുക്കുന്നു എന്നുള്ളത് നാം വായിക്കുന്നു. സദൃശവാക്യങ്ങളിൽ ആ വാക്യങ്ങൾ നമുക്ക് വളരെ പരിചയമുള്ളതാണ്. ഭോഷ്ക് പറയുന്നതും
പ്രവർത്തിക്കുന്നതും കർത്താവിന് ഒരിക്കലും സഹിക്കുവാൻ സാധ്യമല്ല. പുത്രൻ നമ്മുടെ മധ്യേ നിന്ന് പലപ്പോഴും നമ്മളെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു സത്യം നാം മനസ്സിലാക്കുക. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 44-ാം വാക്യം കൂടെ നമുക്ക് വായിക്കാം. ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 8 and verse 44. പിശാചെന്ന പിതാവിന്റെ മക്കൾ നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകൻ ആയിരുന്നു. അവനിൽ സത്യം ഇല്ലായതുകൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല. അവൻ പോസ്റ്റ് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ പോസ്റ്റ് പറയുന്നവനും അതിന്റെ അപ്പനുമാകും. അവൻ ഭോഷ്ക് പറയുന്നവനും അതിന്റെ അപ്പനും ആകുന്നു. ആര്? ഈ സാത്താന്, ഈ ഡെവിൽ, ഈ പിശാച്. ഡെവിൽ ഈസ് ദി ഫാദർ ഓഫ് ലൈസ്. ഹി സ്പീക്സ് ലൈസ്. ഹി ഈസ് ദ ഫാദർ ഓഫ് ലൈസ്. എന്താണ് ഈ വാക്യം വായിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കുന്നത്? എവറി ടൈം വി ലൈ, ഐ ലൈ. ഓരോ തവണയും നാം കളവ് പറയുമ്പോൾ വി ആർ പ്രൊക്ലെയിമിങ് അലൗഡ്. നാം ഉച്ചത്തിൽ സംസാരിക്കുന്നത്, പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഡെവിൽ ഈസ് മൈ ഫാദർ. ഡെവിൽ ഈസ് മൈ ഫാദർ. നാം ഓരോ തവണയും കളവ് പ്രവർത്തിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ നാം ഉച്ചത്തിൽ അറിഞ്ഞോ അറിയാതെയോ പറയുന്നത് ഈ സാത്താനാണ് എന്റെ പിതാവ് എന്നുള്ളതാണ്. അതെത്ര ഭയങ്കരമായിട്ടുള്ള അവസ്ഥയാണ്. ഒരു ദൈവ പൈതൽ, ദൈവവിശ്വാസി ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രസ്താവിക്കുന്നത്, പ്രൊക്ലെയിം ചെയ്യുന്നത്, ഉച്ചത്തിൽ ഘോഷിക്കുന്നത് തന്റെ ജീവിതത്തിലൂടെ ഇതാണ്: ഈ ബോഷ്കിന്റെ പിതാവ് എന്റെ പിതാവാണ്. എന്നാൽ നമുക്ക് സന്തോഷം നൽകുന്ന മറ്റൊരു വസ്തുതയുണ്ട്. എവറി ടൈം വി സ്പീക്ക് ഓർ ഡു ദ ട്രൂത്ത്, നാം ആ സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കുമ്പോൾ, ഓരോ തവണയും സത്യം പ്രവർത്തിക്കുമ്പോൾ, we are proclaiming aloud the reverse of it. അതിന് നേരെ വിപരീതമായിട്ടുള്ള കാര്യമാണ് നാം ഉച്ചത്തിൽ നമ്മുടെ ജീവിതത്തിലൂടെ പ്രഘോഷിപ്പിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവാണ് എന്റെ പിതാവ്, ദൈവമാണ് എന്റെ പിതാവ്. ഞാൻ അബ്ബാ പിതാവ് എന്ന് വിളിച്ച് ആരാധിക്കുന്ന അതേ ദൈവമാണ് എന്റെ പിതാവ്. എവറി ടൈം ഐ സ്പീക്ക് എ ട്രൂത്ത്, എവറി ടൈം ഐ ആം ഫോർ ദ ട്രൂത്ത്, I am also proclaiming aloud that Jesus Christ, the God Almighty, is my Father. അതും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മോട് ദൈവവചനം ഇന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരേ ഒരു കാര്യം ഇതാണ്: കള്ളം പ്രവർത്തിച്ച് പോകുവാനുള്ള സാധ്യതകൾ ഈ ലോകത്തിൽ അനേകമാണ്. ദൈവവിശ്വാസികളായതുകൊണ്ട് അതിൽ നിന്ന് യാതൊരു ഒഴിവും നമുക്കില്ല. We have no excuses out of it. We still are in this world. നാം ഇപ്പോഴും ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. ദൈവാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന വിഷയം ഇതാണ്. 4-ാം വാക്യത്തിൽ അനനിയാസിനും സഫീരയ്ക്കും ഒരു അബദ്ധം പറ്റി. They were mistaken. അവർ വിചാരിച്ചു ഈ ലോകം മാത്രമേ എന്നെ കാണുന്നുള്ളൂ. അവർ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി, അത് മതി എന്റെ ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടി. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് 100% കുറവായിട്ടുള്ള ചെയ്യുന്നത് എന്ത് തന്നെ ആയിക്കോട്ടെ, കർത്താവിന് അത് ആവശ്യമില്ല എന്ന് മാത്രമല്ല, കർത്താവ് അതിനെ വെറുക്കുന്നുവെന്ന് നാം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. സ്വർഗത്തിൽ നിന്ന് കർത്താവ് നമ്മുടെ മധ്യേ നമ്മുടെ കാര്യങ്ങളൊക്കെ സ്വീകരിക്കുവാൻ വേണ്ടി നമ്മുടെ ജീവിതത്തെ വീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ വ്യക്തമായിട്ട് നമ്മുടെ ദൈവത്തിന് അറിയാം 0.01% കുറവുണ്ട്. നാം നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കേണ്ട വിഷയം ഇതാണ്: നാം ഈ കളവിനോട്, ഈ കള്ളത്തരത്തിനോട് എങ്ങനെയാണ് ഫൈറ്റ് ചെയ്യുന്നത്? ഹൗ ഡു വി ഫൈറ്റ് this lie? How do we fight this sin in our life? നമ്മുടെ ഈ ആഴ്ചയുടെ ജീവിതത്തിൽ, നമ്മുടെ ഈ വർഷത്തിലെ ജീവിതത്തിൽ വളരെ ശ്രദ്ധയോടെ നമുക്ക് ജീവിക്കാം. ഒരു തീരുമാനം നമുക്ക് എടുക്കാം: സത്യത്തിന് വേണ്ടി ഞാൻ നിൽക്കും, സത്യത്തിന് വേണ്ടി എൻ്റെ കുടുംബം നിൽക്കും, സത്യത്തിന് വേണ്ടി ഞങ്ങളുടെ സഭ നിൽക്കും, സത്യത്തിന് വേണ്ടി ഞാൻ ആയിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെയും ഞാൻ നിൽക്കും. കാരണം ഈ സത്യം എന്ന് പറയുന്നത് നേരത്തെ നാം കേട്ടതുപോലെ ധൈര്യം വേണ്ടിയ കാര്യമാണ്. കളവ് പറയുന്നത് ഭയമുണ്ടായതുകൊണ്ടാണ്. സത്യം പറയുമ്പോൾ ആ ധൈര്യത്തിന്റെ ആവശ്യമുണ്ട്. ദൈവം നമുക്ക് അത് തീർച്ചയായിട്ടും നൽകും. സത്യവും സത്യസന്ധമായിട്ട് ക്രിസ്തീയ ജീവിതം ജീവിക്കുവാൻ കർത്താവ് നമ്മെ ഇനിയും സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.